ഹായ് ഹലോ. എപ്പോഴും നമ്മൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ അല്ലേ, ഇപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ചേഞ്ച് അല്ല, നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ആദ്യം ഞങ്ങൾ ദേ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കമ്പൊക്കെ വെട്ടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കും. ഒരിക്കൽ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ അപ്പം ഉണ്ടാക്കിയ പുൽക്കൂടുണ്ട്, അതിനകത്ത് കാണിക്കാവേ. പിന്നെ ഞങ്ങൾ പോയി കമ്പെല്ലാം കറക്റ്റ് അളവിലൊക്കെയാണ് ഞങ്ങൾ കമ്പൊക്കെ വെട്ടിയത്. കമ്പൊക്കെ വെട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. പക്ഷേ ഞങ്ങളുടെ കമ്പിൻ്റെ വളവാണോ ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ വളവിലാണോ എന്തോ ആയാലും ക്രിസ്മസ് ട്രീ നല്ല 8 നില തന്നെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടി പിന്നെ അത് പിന്നെ അല്ല, ഞാൻ ലൈറ്റ് വരെ ഞങ്ങൾ ഇട്ടായിരുന്നു. അത് ലൈറ്റ് വരെ ഇട്ട് ഞങ്ങൾ കത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അപാകത തോന്നിയത്. അപ്പം തന്നെ സമയം ഏറെക്കുറെ സന്ധ്യ ലൈറ്റ് ഇട്ട ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനും കൊച്ചുകൂടെ കുത്തിയിരുന്ന് ഒന്നേന്ന് തുടങ്ങി വൈകിട്ട് ഒരു 12 മണി വരെ ഞാനും കൊച്ചുകൂടെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സമയമെടുത്ത് ഞാനും കൊച്ചുകൂടെ കഷ്ടപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒന്നേന്ന് തുടങ്ങി അടിപൊളിയായിട്ട്. അതിനിടയ്ക്ക് അച്ചാച്ചൻ വരുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തു തരുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ കടുങ്കാപ്പി ഇടുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വർത്തമാനം പറയും, പിന്നെ കുറച്ച് നേരം പോയിരിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്ത ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ലൈറ്റൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൊച്ചും കൂടെ കുറേ ലൈറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് സ്റ്റാറും അതും ഇതൊക്കെ ഞങ്ങൾ ട്രീയിൽ കുറേ അലങ്കാരപ്പണികളൊക്കെ നടത്തി. അവസാനം ഞങ്ങൾ ശരിക്കും തളർന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് വരുന്നുണ്ട്, ഫുൾ ഇടുന്ന വീഡിയോ.